கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே. വേനൽക്കാലം അടുക്കുമ്പോൾ ഇങ്ങനൊരു സമ്പ്രദായം ഞാനിപ്പോൾ ചെയ്യാൻ തുടങ്ങിയിട്ട് 2 കൊല്ലമായിട്ടുണ്ട്. അടുക്കളയിൽ ചെന്ന് കഴിഞ്ഞാണ്ടല്ലോ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചട്ടികൾ ഉപയോഗിക്കാത്തൊക്കെ ഉണ്ടാവും. അതൊക്കെ ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ ഒഴിച്ച് ഇതുപോലെ വെക്കുന്നത് നല്ല കേട്ടോ. നമ്മളെപ്പോലൊക്കെ തന്നെ ഈ ഒരു കനത്ത വേനലിൽ നല്ല ദാഹമായിരിക്കും പക്ഷികൾക്കും. ഇതൊക്കെ എൻ്റെ പണ്ട് മുതലുള്ള അഡീനിയം കളക്ഷൻസ് ആണ്. ഒന്നും പ്രൂൺ ചെയ്തിട്ടില്ല ഇതുവരെ. ചെയ്യണം. പൂക്കളും മുട്ടുകളും കാണുമ്പോൾ എനിക്കൊരിക്കലും പ്രൂൺ ചെയ്ത് കളയാൻ തോന്നാറില്ല എന്നുള്ളതാണ് സത്യം. എൻ്റെ അഡീനിയം കളക്ഷൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ണൂരുള്ള പ്ലാൻഗൂൺ എന്ന് പറയുന്ന ഒരു ഗാർഡൻ സെൻറ്ററിൽ നിന്ന് ഈ കാണുന്ന പ്ലാന്റ്സ് വാങ്ങിച്ചു. വലുതും ചെറുതുമായിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരുടെ പാക്കിങ്ങും അതോടൊപ്പം തന്നെ ഡെലിവറിയും ഒക്കെ കംപ്ലീറ്റ്ലി ഞാൻ ഓക്കെയാണ്. നിങ്ങൾ ഈ കാണുന്ന പോലെ ചെടി നല്ല ഫ്രഷ് ആയിട്ട് തന്നെയാണ് എൻ്റെ കയ്യിൽ എത്തിയത്. പല ആൾക്കാരും പല രീതിയിലാണ് അഡീനിയം നടാറുള്ളത്. ഞാൻ സാധാരണ ഉണ്ടല്ലോ മണ്ണും മണലും ഒരേ അളവിലെടുക്കും. അതിൻ്റെ കൂട്ടത്തിൽ 1 സ്പൂൺ സാഫ് ഇട്ട് ഒന്ന് മിക്സ് ചെയ്യും. പിന്നെ ഒരു 1/2 കപ്പ് എന്ന് പറയില്ലേ ചാണകപ്പൊടി ഇടും. വീട്ടിൽ അധികം സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ചെറിയ ചട്ടികളിൽ വെച്ചാലേ കുറേ ചെടികൾ ഒരുമിച്ച് വെക്കാനായിട്ട് പറ്റത്തുള്ളൂ. അഡീനിയത്തിന് ഒരു ദിവസം മുഴുവനും സൂര്യപ്രകാശം വേണം. പിന്നെ അഡീനിയത്തിന് അധികം വെള്ളം ഒട്ടും പാടില്ല. ഈ കാണുന്ന അഡീനിയെല്ലാം ഞാൻ ഇന്ന് റിപ്പോർട്ട് ചെയ്താണ്. അപ്പോൾ ഇതുപോലെ അഡീനിയം പ്ലാന്റ്സ് നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ പ്ലാൻഗൂൺ എന്ന് പറയുന്ന ഗാർഡൻ സെന്ററിന്റെ നമ്പർ ഞാൻ തരാം. നിങ്ങൾക്ക് ഡയറക്റ്റ് അവരെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റ്സ് അവിടെ നിന്ന് ഓർഡർ ചെയ്യാം.